ഓട്ടോയും 9 ലക്ഷം രൂപയും തട്ടിയെടുത്തെന്ന വ്യാജ പരാതി നൽകിയ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. കൊല്ലം തൃക്കരുവൂർ സ്വദേശി സലീമാണ് പിടിയിലായത്. 3-അംഗ സംഘം തന്റെ ഓട്ടോറിക്ഷയിൽ നിന്നും പണം കവർന്നെന്ന് ഇയാൾ പരാതി നൽകിയിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് വ്യാജമെന്ന് കണ്ടെത്തിയത്. സുനിഷയുണ്ട് വിശദാംശങ്ങളുമായി. സുനിഷ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി ഇയാൾ നൽകാൻ കാരണമായത്? കീർത്തന, കേൾക്കുമ്പോൾ ഒരു രസകരമായി തോന്നുന്നൊരു കാര്യമാണ്. ഇയാൾ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഒരു അത്തച്ചിട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട പണം കൊടുക്കാനില്ലായിരുന്നു, അതുകൊണ്ട് ഇത്തരമൊരു വ്യാജ വാർത്ത നൽകി എന്നുള്ളതാണ് ഇപ്പോൾ കല്ലമ്പലം പോലീസിന് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. സംഭവിച്ചത് ഇതാണ്. അതായത് ഇന്നലെ രാത്രി 8 മണിയോടുകൂടി കൊല്ലം നീണ്ടകരയിൽ നിന്നും വർക്കലയിലേക്ക് ഒരു ഓട്ടം ലഭിച്ചു തനിക്ക് എന്നും അത് യുവതി അടക്കമുള്ള 3-അംഗ സംഘമാണ് തന്റെ ഓട്ടോയിൽ കയറിയതെന്നും പകുതിയിൽ വെച്ച് ഇയാളെ മർദ്ദിച്ച് ആ ഓട്ടോയിൽ ഉണ്ടായിരുന്ന 9,90,000 രൂപയുമായി ഈ 3-അംഗ സംഘം കടന്നു കളയുകയും ചെയ്തു എന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ താൻ ചികിത്സയിലാണ് എന്നും പറഞ്ഞ് ഇയാൾ ഈ കല്ലമ്പലം പോലീസിലെ വിളിക്കുകയായിരുന്നു. പിന്നാലെ തന്നെ സ്വാഭാവികമായും കല്ലമ്പലം പോലീസ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു. ഇയാളെ കണ്ടതിനു ശേഷം CCTV കേന്ദ്രീകരിച്ചെല്ലാം പരിശോധന നടത്തുകയും ചെയ്യുന്നു. പക്ഷേ ഈ പരിശോധനയിലാണ് നീണ്ടകരയിൽ നിന്നും പുറപ്പെട്ട ഓട്ടോയിൽ പുറകിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം പോലീസിന് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നു. അതായത് എന്തുകൊണ്ടാണ് ഇയാൾ ഇത്തരമൊരു കള്ളം പറയാനുണ്ടായ കാരണമെന്ന് അന്വേഷിച്ച് ഇയാളെ തന്നെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. അതായത് ചിട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് ചിട്ടി പൈസ നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത അല്ലെങ്കിൽ വ്യാജ വിവരം നൽകിയത് എന്ന കാര്യമാണ് ഇപ്പോൾ ഈ സലീം, കൊല്ലം സ്വദേശിയാണ് ഈ സലീം തന്നെയാണ് ഈ വിവരങ്ങൾ പോലീസിനോട് പറയുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വ്യാജ വാർത്ത നൽകിയെന്നത് മാത്രമല്ല, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു, അന്വേഷിക്കുന്നതിനിടയിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചു തുടങ്ങി നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ പിടികൂടുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ പറഞ്ഞതുപോലെ ഇത്തരം ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇയാൾ പറഞ്ഞത് പ്രകാരം ഓട്ടോ അടക്കം മോഷണം പോയി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇയാൾ തന്നെ കല്ലമ്പലത്തെ മറ്റൊരു സ്ഥലത്ത് ഈ ഓട്ടോ ഒളിപ്പിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഓട്ടോ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 9 ലക്ഷം രൂപയൊന്നും മോഷണം പോയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വിവരമായി അറിയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും പണം ലഭിക്കും, ഒരുപക്ഷെ ഇത്തരത്തിലൊരു പരാതി നൽകിയാൽ തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിക്കുമെന്നൊക്കെ കരുതിയാണ് ഇയാൾ ഇത്തരത്തിലൊരു വ്യാജ വാർത്ത അത് കല്ലമ്പലം പോലീസിനെ വിളിച്ച് പറഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് കണ്ടെത്തിയ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇത്തരമൊരു വ്യാജ വാർത്തയാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നത്. കീർത്തന, ഓട്ടോയും 9 ലക്ഷം രൂപയും തട്ടിയെടുത്തെന്നാണ് പരാതി നൽകിയത്. പിന്നീട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് അന്വേഷണം തെളിഞ്ഞത്. ചിട്ടിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ പണം നൽകാനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു വ്യാജ പരാതി ഇപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ നൽകിയിട്ടുള്ളത്. സുനിഷ ഏലൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.